നമസ്കാരം. വീണ്ടും നരേന്ദ്രമോദി നേരിടാനൊരുങ്ങുന്നത് വലിയൊരു അഗ്നി പരീക്ഷയെ തന്നെയാണ്. ഒരിക്കൽ കേന്ദ്ര സർക്കാരിനെതിരെ ആളിക്കത്തിയ ആ വിപ്ലവകരമായ കർഷക സമരം ഇതാ വീണ്ടും സജീവമായിരിക്കുന്നു. അടുത്തിടെ പാറ്റകളുടെ സമരം കൊണ്ട് പൊറുതിമുട്ടി ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ മാറ്റി കീഴടങ്ങേണ്ടി വന്ന BJP സർക്കാരിന് ഇനിയുള്ള നാളുകൾ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അന്നം തരുന്ന കർഷകന് ഈ രാജ്യത്ത് നേരിടേണ്ടി വരുന്നത് നീതികേടാണെങ്കിൽ അതിന്റെ ശാപം ചെന്നു പതിക്കുക നേരെ മോദി സർക്കാരിന്റെ തലയിൽ തന്നെയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള സീറ്റുകൾ പൂർണ്ണമായും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഭരണാധികാരികൾ മറന്നു പോകരുത്. അടുത്ത തവണ സ്ഥിതി ഇതിലും പരിതാപകരമായേക്കാം. CJPയുടെ പ്രമുഖ നേതാക്കളുമായി ചേർന്ന് കൃത്യമായ കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് കർഷകർ ഈ സമരം കൊഴുപ്പിക്കാൻ വീണ്ടും സമരമുഖത്തേക്ക് എത്തിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇനി സർക്കാരിന്റെ കയ്യിൽ നിൽക്കില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇവിടെ നിന്ന് ഉയർന്നു വരുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. എന്തായിരിക്കും ഈ സമരത്തിന്റെ ഭാവി എന്നും നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. രാജ്യം വീണ്ടും ഒരു വലിയ കർഷക പ്രക്ഷോഭത്തിന്റെ ചൂടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണത്തിലിരിക്കുന്ന BJP സർക്കാരിന് ഇത് മറ്റൊരു അഗ്നി പരീക്ഷയാണ്. തലസ്ഥാന നഗരിയെ നടുക്കിയ ഡൽഹി സമരങ്ങളുടെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടാണ് മധ്യപ്രദേശിൽ ഇപ്പോൾ പുതിയൊരു പോരാട്ടം വലിയ രീതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തെ ഭക്ഷണവും ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ധാന്യങ്ങളും ചുരുട്ടിവെച്ച കിടക്കയും പാത്രങ്ങളും ചുമന്നുകൊണ്ട് മധ്യപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2000-ലധികം വരുന്ന കർഷകർ തലസ്ഥാനമായ ഭോപ്പാലിലേക്ക് ഒഴുകിയെത്തുകയാണ്. പോലീസ് ഉയർത്തിയ വലിയ ബാരിക്കേഡുകളും തടസ്സങ്ങളും മറികടന്നാണ് ചൊവ്വാഴ്ച രാത്രിയോടെ ഈ കർഷകർ പട ഭോപ്പാൽ നഗരത്തിലേക്ക് ഇരച്ചു കയറിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വസതി ലക്ഷ്യമാക്കിയാണ് ഇവർ ഇപ്പോൾ മാർച്ച് നടത്തിയത്. എന്താണ് ഈ സമരത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ ഇറങ്ങിയത്? എന്തുകൊണ്ടാണ് കർഷകർ വീണ്ടും തെരുവിലിറങ്ങാൻ നിർബന്ധിതരായത്? നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. കർഷകർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം കാർഷിക രംഗത്ത് അടുത്തിടെ ഏർപ്പെടുത്തിയ ടോക്കൺ സംവിധാനം പൂർണ്ണമായും റദ്ദാക്കണമെന്നാണ്. അതായത് വിളകളും വളവും സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി സർക്കാർ കൊണ്ടുവന്ന ഈ ഡിജിറ്റൽ സംവിധാനം തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് കർഷകർ ആരോപിക്കുന്നു. സാങ്കേതിക തടസ്സങ്ങളും സങ്കീർണതകളും കാരണം കൃത്യസമയത്ത് വളം ലഭിക്കുന്നില്ല, വിളകൾ വിറ്റഴിക്കാൻ സാധിക്കുന്നതുമില്ല. ഇതിനു പുറമെ വിപണിയിൽ അർഹമായ വില ലഭിക്കാത്ത പയർവർഗ വിളകൾ പൂർണ്ണമായും സർക്കാർ തന്നെ നേരിട്ട് സംഭരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന ശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് കർഷകർ ഭോപ്പാലിലേക്ക് മുന്നേറുന്നത്. സംയുക്ത കിസാൻ മോർച്ചയുടെ ബാനറിലാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നർമ്മദാപുരം ജില്ലയിൽ നിന്നാണ് ഈ നീണ്ട മാർച്ച് ആരംഭിച്ചത്. വെറും ഒരു നൈമിഷിക പ്രതിഷേധമല്ല ഇത്. ആഴ്ചകളോളം റോഡിൽ തുടരാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും കിടക്കകളും തയ്യാറാക്കിയാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്നതാണ് ഈ പ്രതിഷേധത്തെ വ്യത്യസ്തമാക്കുന്നത്. വഴിയോരങ്ങളിൽ താൽക്കാലിക അടുക്കളകൾ ഉണ്ടാക്കി അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്താണ് കർഷകർ പ്രതിഷേധം തുടരുന്നത്. രാവും പകലും റോഡിൽ തങ്ങുന്ന ഈ കാഴ്ചകൾ വലിയ പ്രതിസന്ധിയാണ് പ്രദേശത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി ധാരാളം യുവതലമുറയിൽപ്പെട്ട അതായത് ജെൻസി ആളുകളും തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് വലിയ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിലും പുറത്തും ഈ യുവാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു മാധ്യമമാണ് എന്ന് നമുക്കറിയാം. അതിന്റെ കരുത്തും ജെൻസികൾക്കറിയാം. സമരത്തിന് രാഷ്ട്രീയപരമായ മറ്റൊരു വശം കൂടിയുണ്ട്. പ്രമുഖ കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ഡൽഹിയിലെ CJP പ്രതിഷേധത്തിന് ശേഷം BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മധ്യപ്രദേശിലെ ഈ കർഷക സമരം മാറിയിരിക്കുകയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. വലിയൊരു സംയുക്ത സമരത്തിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ സമരത്തിന്റെ വ്യാപ്തിയാണ് വർദ്ധിപ്പിക്കുക. നിലവിൽ മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വസതിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയുള്ള സവർക്കർ പാലത്തിന് സമീപമാണ് കർഷകർ തമ്പടിച്ചിരിക്കുന്നത്. കർഷകരുമായി മധ്യപ്രദേശ് സർക്കാർ നടത്തിയ ആദ്യഘട്ട ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരടി പോലും പിന്നോട്ടില്ല എന്നതാണ് കർഷക സംഘടനകളുടെ ഉറച്ച നിലപാട്. അതേസമയം പ്രശ്നപരിഹാരത്തിനായി സർക്കാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശ് സംസ്ഥാനം മുഴുവൻ കർഷക ക്ഷേമ വർഷമായിട്ട് ആഘോഷിക്കുകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.
കർഷകരുമായി നിരന്തരം ആശയവിനിമയം നടത്താൻ മന്ത്രിമാരടങ്ങിയ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. കൃഷിമന്ത്രി ഐദൽ സിംഗ് കർസാനയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരായ കൃഷ്ണ ഗൌർ, വിശ്വാസ് സാരംഗ്, രാകേഷ് സിംഗ് എന്നിവരും ഉദ്യോഗസ്ഥരും കർഷകരുമായി തുടർ ചർച്ചകൾ നടത്തുമെന്നും പെട്ടെന്ന് തന്നെ ഒരു നല്ല പരിഹാരം കണ്ടെത്താനാകുമെന്നും സർക്കാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് കർഷകർ വ്യക്തമാക്കുന്നു. മുൻപ് ലഭിച്ച ഉറപ്പുകൾ പാലിക്കപ്പെടാത്തതിന്റെ അനുഭവം ഞങ്ങൾക്കുണ്ട് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ ഉത്തരവുകൾ പുറത്തു വരുന്നത് വരെ ഭോപ്പാൽ നഗരത്തിലെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ. ഇതൊരു സാധാരണ പ്രാദേശിക സമരമായി മാത്രം കാണാൻ കഴിയില്ല. കർഷകരുടെ അസംതൃപ്തിയും വീണ്ടും തെരുവിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അത് രാജ്യവ്യാപകമായ മറ്റൊരു വലിയ സമര തരംഗത്തിന് തിരികൊളുത്തുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തീരുമാനങ്ങളും കർഷക സംഘടനകളുടെ നീക്കങ്ങളും ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊട്ടുമില്ല. ലാത്തി ചാർജ് കൊണ്ടും പോലീസ് സന്നാഹങ്ങൾ കൊണ്ടും അടിച്ചമർത്താമെന്നും ഭയപ്പെടുത്തി വീട്ടിലിരുത്താമെന്നും കരുതിയ ഭരണകൂട ശക്തികൾക്ക് മുന്നിലേക്കാണ് കർഷകർ അല്പം പോലും പതറാതെ സധൈര്യം മുന്നോട്ട് വരുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും സംസ്ഥാനത്ത് BJP സർക്കാരും നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത വലിയൊരു അഗ്നിപരീക്ഷ തന്നെയാണ് എന്ന് ഇവിടെ വെച്ചാണ് നമ്മൾ പറയേണ്ടത്. അധികാരത്തിന്റെ കരുത്തിൽ ഏത് പ്രതിഷേധത്തെയും നിഷ്പ്രയാസം അണച്ചു കളയാമെന്ന ചിന്തകൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഭോപ്പാലിലെ തെരുവുകളിൽ നിന്നും പുറത്തു വരുന്നത്. ഡൽഹിയിലെ സംഭവം നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഏതാനും ദിവസം മുമ്പ് അത് അടിച്ചമർത്താനാണ് അവർ ശ്രമിച്ചത്. എന്നിട്ട് കാര്യങ്ങൾ എന്തായി? അടിച്ചമർത്തലുകൾ കടുക്കുന്തോറും സമരവീര്യം ഇരട്ടിക്കുന്ന ചരിത്രമാണ് ഇന്ത്യൻ കർഷകർക്കുമുള്ളത്. ഡൽഹി അതിർത്തികളെ മാസങ്ങളോളം നിശ്ചലമാക്കിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് കടുംപിടുത്തം ഉപേക്ഷിച്ച് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നതും നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നതും നാം കണ്ടതുമാണ്. ആ പഴയ പോരാട്ട വീര്യം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഇന്ന് മധ്യപ്രദേശിലെ മണ്ണിലും സാധാരണക്കാരായ കർഷകർ തെരുവിലിറങ്ങുന്നത്. ബാരിക്കേഡുകളും കവചിത വാഹനങ്ങളും നിരത്തി വഴി തടയാൻ ശ്രമിച്ച പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആയിരക്കണക്കിന് മനുഷ്യർ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ സമരമല്ല, മറിച്ച് ജീവിക്കാനുള്ള അവരുടെ പോരാട്ടമാണ്. വയലിൽ വിയർപ്പൊഴുക്കി നാടിന് അന്നം തരുന്നവർക്ക് സ്വന്തം വിളകൾക്ക് അർഹമായ വില ലഭിക്കാത്ത അവസ്ഥയേക്കാൾ വലിയ നീതികേട് വേറെയുണ്ടോ? സാങ്കേതിക വിദ്യയുടെ പേരിൽ ഈ ടോക്കൺ പോലുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി കർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുമ്പോൾ അവർക്ക് മുന്നിൽ തെരുവിലിറങ്ങുകയല്ലാതെ വേറെ വഴികളൊന്നും ഇല്ലാതെയാകുന്നു. തങ്ങളുടെ വിയർപ്പിന്റെ വില ചോദിക്കാൻ എത്തുന്നവരെ അടിച്ചമർത്താൻ നോക്കിയാൽ അതിനെ ശക്തിയായി പ്രതിരോധിക്കുമെന്ന സന്ദേശം തന്നെയാണ് കർഷകർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കേവലം കുറച്ച് നേതാക്കൾ മാത്രമല്ല ഉള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പട്ടിണിയും കടക്കണിയും അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ മുഴുവൻ അസംതൃപ്തിയാണ് ഇവിടെ പുകയുന്നത്. പ്രായമായ കർഷകർക്കൊപ്പം യുവതലമുറയും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ ഈ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുകയാണ്. എത്ര ദിവസങ്ങൾ വഴിയിൽ കിടക്കേണ്ടി വന്നാലും, എത്ര പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഓരോ പ്രതിഷേധകരും. ഭരണകൂടത്തിന്റെ ബലപ്രയോഗങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ കർഷകർ തല കുനിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഭോപ്പാലിലെ റോഡുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഓരോ മുദ്രാവാക്യവും ഡൽഹിയിലെ ഭരണകേന്ദ്രങ്ങളുടെ ഉറക്കം കെടുത്തുന്നവ തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ സമരം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നു പിടിച്ചാൽ അത് മോദി സർക്കാരിനും അതുപോലെ തന്നെ BJPക്കും വലിയ തലവേദന തന്നെയാണ് ആവുക. കർഷകരുടെ പ്രതിഷേധാഗ്നിയെ ചർച്ചകളിലൂടെയും ന്യായമായ തീരുമാനങ്ങളിലൂടെയും ശമിപ്പിച്ചിട്ടില്ല എങ്കിൽ വലിയൊരു ജനരോഷത്തെ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ എന്തായിരിക്കും ഈ കർഷക സമരത്തിന്റെ ഭാവി? നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് എഴുതാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.